ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കനേഡിയൻ ഫിൽ ലൈഫ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്, അതായത് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ഡിവിഡൻഡ് സ്റ്റോക്സിൻ്റെ അതുപോലത്തെ ക്വാളിറ്റി ഡിവിഡൻഡ് കമ്പനീസിൻ്റെ ഒക്കെ ഒരു ബിഗ് ഫാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിവിഡൻഡ് സ്റ്റോക്സ് വഴി ഒരു പാസീവ് ഇൻകവും പ്ലസ് നമുക്ക് എങ്ങനെ ലോങ് ടൈമിലോട്ട് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 ബ്രോക്കറേജ് അക്കൗണ്ടുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഒരു റെഫറൽ ബോണസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് മെയിനായിട്ട് 2 രീതിയിലാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ്. ഫസ്റ്റത്തെ ക്യാപിറ്റൽ ഗെയിൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു $10 സ്റ്റോക്ക് മേടിച്ചു, അത് $20 അപ്പോൾ നമ്മളത് സെല് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റാണ് $10. അതിനെ പറയും ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആക്ച്വലി ആ സ്റ്റോക്ക് വിൽക്കണം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഡിവിഡൻഡ് സ്റ്റോക്സിൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിൽ നിന്നും ഇത്ര ശതമാനം അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നു. ആക്ച്വലി ഇതാണ് ഡിവിഡൻഡ്. അതായത് നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിച്ചാൽ നമുക്ക് ഇത്ര ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര ശതമാനം നമുക്ക് എല്ലാ കൊല്ലം ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നു. നമ്മൾ ആക്ച്വലി ആ സ്റ്റോക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര നാൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നോ അത്രയും നാൾ നമുക്ക് ഈ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു വർഷം ഏകദേശം $300 ഡിവിഡൻഡ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഒരു മാസം ഏകദേശം $25 ഒരു മന്ത്ലി പാസീവ് ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നടക്കുന്നത് എൻ്റെ മണി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ കിട്ടിയ ഡിവിഡൻഡ് എമൗണ്ട് ഇപ്പോൾ ഈ കൊല്ലം 300 ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത കൊല്ലം അത് 310 ആവാം, അല്ലെങ്കിൽ 320 ആവാം. അത് ഓരോ കൊല്ലം ഓരോ കമ്പനി ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡിവിഡൻഡ് കിട്ടുന്ന എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ വഴി നോക്കാം. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ടൊറൻറ്റോ ഡൊമിനിയൻ ബാങ്കിൻ്റെ സ്റ്റോക്കാണ്. അത് TD ബാങ്ക്. അതിൻ്റെ ടിക്കർ സിമ്പൽ TD.TO. അത് കനേഡിയൻ ഡോളറിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $72.32 ഈ ഒരു സ്റ്റോക്ക് ഓൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് $3.16. അതിൻ്റെ ഒരു ശതമാനമാണ് കാണിച്ചിരിക്കുന്നത് 4.28%. ഇതിനെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി ക്വാളിറ്റി കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 2%-നും 5%-നും ഇടയ്ക്കായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബാങ്ക് ഓഫ് നോവ സ്കോഷ്യയുടെ സ്റ്റോക്കാണ്. അതിൻ്റെ ടിക്കർ സിമ്പൽ BNS.TO. ഇത് കനേഡിയൻ ഡോളറിലാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് $67.15. അപ്പോൾ ഈ ബാങ്ക് ഓഫ് നോവ സ്കോഷ്യയുടെ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് $3.60. അതിൻ്റെ ഡിവിഡൻഡ് ഈൽഡാണ് 5.21%. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് കാനഡയിലെ എനർജി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻബ്രിഡ്ജ്. എൻ്റെ ടിക്കർ സിമ്പൽ ENB.TO. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $42.91. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുള്ള ആൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് $3.34. അതായത് ഏകദേശം 7.66%. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് പെപ്സിക്കോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പെപ്സി അല്ലെങ്കിൽ ലേസ് ഇതൊക്കെ ഇവരുടെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതൊരു US കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറൻസി USDയിലാണ്. അപ്പോൾ $136.38 ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഓൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് $4.09. അതിൻ്റെ ശതമാനമാണ് 2.94%. അതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ്. ഇനി നമ്മൾ നോക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്കാണ്. അതിൻ്റെ ടിക്കർ സിമ്പൽ MSFT. ഇത് US ഡോളറിലാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $231.88. ഈ ഒരു സ്റ്റോക്ക് ഓൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് $2.24. ഇതിൻ്റെ തന്നെ ഡിവിഡൻഡ് ഈൽഡാണ് കാണിച്ചിരിക്കുന്നത് 0.94%. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ്. കാരണം ഇവരുടെ ഏണിങ്സിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് തരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവരുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഡിവിഡൻഡ് സ്റ്റോക്സ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെപ്സിക്കോൻ്റെ ഒരു ഡിവിഡൻഡ് സമ്മറിയാണ്. അപ്പോൾ ഇത് US ഡോളറിലാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും $4.09 പെപ്സിക്കോ നമുക്ക് തരുന്ന ഡിവിഡൻഡ്, ഒരു വർഷം നമുക്ക് തരുന്ന ഡിവിഡൻഡ്. ഇതിൻ്റെ തന്നെ നമ്മൾ ഈ ഡിവിഡൻഡ് ഈൽഡാണ് 2.94%. അപ്പോൾ സപ്പോസ് നിങ്ങളൊരു 10% അല്ലെങ്കിൽ ഒരു 15% ഒക്കെ നിങ്ങൾ ഡിവിഡൻഡ് ഈൽഡ് കാണുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഡിവിഡൻഡ് ഈൽഡ് ഒരുപാട് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ആ കമ്പനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ, അതായത് കമ്പനി എന്തെങ്കിലും നഷ്ടം നേരിട്ടതുകൊണ്ടാണോ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുന്നത് നോക്കണം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിവിഡൻഡ് കമ്പനി ആണെങ്കിൽ പൊതുവേ അവരുടെ ഒരു ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 2%-നും ഒരു 5%-നും ഇടയ്ക്കായിരിക്കും. പക്ഷേ എക്സെപ്ഷൻ കേസുകളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു എൻബ്രിഡ്ജ് ഒരു 7% ഉണ്ടായിരുന്നു. ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനിയെ പറ്റി ഒരു കമ്പനി ഏണിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനിക്ക് നല്ല റവന്യൂ ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേ ഔട്ട് റേഷ്യോ. അതായത് ആ കമ്പനിയുടെ ഏണിങ്സിൻ്റെ എത്ര ശതമാനമാണ് അവർ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് തരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും പെപ്സിക്കോ അവരുടെ 74% ഏണിങ്സിൽ നിന്നും നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് തരുന്നു. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ഡിവിഡൻഡിൻ്റെ തന്നെ ഗ്രോത്ത് റേറ്റ്. അതായത് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ഓരോ വർഷം കഴിയുന്തോറും കൂടുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 5 ഇയർ ഗ്രോത്ത് റേറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റാണ്. അതായത് ഏകദേശം 7.8% വെച്ച് ഓരോ കൊല്ലം അവരുടെ ഡിവിഡൻഡ് തരുന്ന എമൗണ്ട് കൂടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ 4.09 എന്ന് പറയുന്നത് അടുത്ത കൊല്ലം ചിലപ്പോൾ 4.15 ആയിരിക്കാം, അല്ലെങ്കിൽ 4.20 ആയിരിക്കാം. അടുത്ത കൊല്ലം വീണ്ടും ഒരു 7.8%. അങ്ങനെ ഈ കമ്പനി അവരുടെ ഡിവിഡൻഡ് ഓരോ കൊല്ലം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.
അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിവിഡൻഡ് ഗ്രോത്ത്. നമുക്കിവിടെ കാണാം 48 വർഷം, അതായത് കഴിഞ്ഞ 48 വർഷം ഓരോ കൊല്ലം അവരുടെ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ കണ്ടു 7.8% കഴിഞ്ഞ 5 വർഷത്തെ ഗ്രോത്ത് റേറ്റ് എന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ 48 വർഷം ഒരു നിശ്ചിത ഗ്രോത്ത് റേറ്റിൽ ഇവരുടെ ഡിവിഡൻഡ് ഓരോ കൊല്ലം ഇവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കിങ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ 25 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനി അവരുടെ ഡിവിഡൻഡ് ഗ്രോ ചെയ്താൽ ആ കമ്പനിക്ക് കിട്ടുന്ന ഒരു പദവിയാണ് ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്. ഇത് ആക്ച്വലി US-ലാണ്, കാനഡയിൽ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ 50 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഡിവിഡൻഡ് അവർ ഗ്രോ ചെയ്താൽ അവർക്ക് കിട്ടുന്നൊരു പദവിയാണ് ഡിവിഡൻഡ് കിങ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും പെപ്സിക്കോയ്ക്ക് ഒരു 2 വർഷം കൂടി അവരുടെ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്താൽ അവർക്കൊരു ഡിവിഡൻഡ് കിങ് എന്നുള്ളൊരു പദവി കിട്ടുന്നു. പക്ഷേ കാനഡയിലെ കേസ് ഡിഫറൻ്റ് ആണ്. കാരണം കാനഡയിൽ കമ്പാരിറ്റീവ്ലി ഡിവിഡൻഡ് ഗ്രോത്ത് ഉള്ള കമ്പനീസ് വളരെ കുറവാണ്. അപ്പോൾ കാനഡയിൽ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ് എന്ന പദവി കിട്ടണമെങ്കിൽ ആക്ച്വലി ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ് എന്ന് പറഞ്ഞ പദവി കിട്ടുന്നു. നമ്മൾ നേരത്തെ നോക്കിയ എൻബ്രിഡ്ജ് ഒക്കെ ഒരു ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ് ആണ്. നിലവിൽ കാനഡയിൽ ഡിവിഡൻഡ് കിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇല്ല. പക്ഷേ നിങ്ങൾ US-ൽ നോക്കിക്കഴിഞ്ഞാൽ കൊക്കക്കോള അല്ലെങ്കിൽ 3M ഇതുപോലത്തെ കമ്പനീസൊക്കെ ഡിവിഡൻഡ് കിങ് ആണ്. കൂടാതെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റും അതുപോലെ തന്നെ ഡിവിഡൻഡ് കിങ് ആയിട്ടുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ഈ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുന്നത്? അപ്പോൾ പെപ്സിക്കോൻ്റെ കേസിൽ ഇതൊരു ക്വാർട്ടർലി പേയിങ് ഡിവിഡൻഡ് കമ്പനിയാണ്. അതായത് ഒരു കൊല്ലത്തിൽ 4 തവണയാണ് ഇവർ ഡിവിഡൻഡ് പേ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ അവർ പേ ചെയ്യാൻ പോകുന്ന എമൗണ്ട് ആണ് $1.02. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. അതായത് ഈ ഡേറ്റിന് മുന്നേ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് മേടിച്ച് അത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് ബോധർ ചെയ്യേണ്ട. കാരണം നമ്മുടെ അക്കൗണ്ടിലോട്ട് ഈ ഡിവിഡൻഡ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പെപ്സിക്കോൻ്റെ ഡിവിഡൻസിൻ്റെ ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8.29%. 10 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 7.85%. പെപ്സിക്കോൻ്റെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1990-ൽ അവർ കൊടുത്തുകൊണ്ടിരുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 0.19 ആണ്. അത് തന്നെ ഓരോ വർഷം കഴിയുന്നവരും അവർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 2000-ൽ 0.55 ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2000-ൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിലും അവർ നമുക്ക് 0.55 വെച്ച് ഒരു ഡിവിഡൻഡ് തന്നു. അതുപോലെ തന്നെ 2008-ലും അടുത്തൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രാഷിൻ്റെ ടൈമിൽ നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടിയിട്ടുണ്ട് $1.65. നമുക്ക് 2015-ൽ കിട്ടിയതാണ് 2.76. അപ്പോൾ 2020-ലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് $4.02. അപ്പോൾ മിക്കവരും അവർക്ക് ഡിവിഡൻഡായിട്ട് കിട്ടുന്ന എമൗണ്ട് ഒന്നുകിൽ ഒരു വീണ്ടും വേറെ ഏതെങ്കിലും ഡിവിഡൻഡ് സ്റ്റോക്സോ അല്ലെങ്കിൽ ആ സെയിം കമ്പനിയുടെ തന്നെ ഡിവിഡൻഡ് സ്റ്റോക്സ് വീണ്ടും മേടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു ഡിവിഡൻഡ് പോർട്ട്ഫോളിയോ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. പേഴ്സണലി ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഡിവിഡൻഡായിട്ട് കിട്ടുന്ന എമൗണ്ടൊക്കെ ഞാൻ വീണ്ടും തിരിച്ച് ഡിവിഡൻഡ് സ്റ്റോക്സ് തന്നെ മേടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവഴി എൻ്റെ ഡിവിഡൻഡ് പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും. കൂടാതെ എനിക്ക് ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഓരോ ഇയർലി കിട്ടുന്ന ഡിവിഡൻഡും ഇൻക്രീസ് ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഏകദേശം $25 ഒരു പാസീവ് ഇൻകം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഡിവിഡൻഡ് വഴി. ആക്ച്വലി ഞാനത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാനിപ്പോൾ നോക്കുന്നത് ഗ്രോത്ത് ആണ്. കാരണം ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ എനിക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇനി വരും വീഡിയോകളിൽ ഞാൻ എൻ്റെ ഡിവിഡൻഡ് പോർട്ട്ഫോളിയോ ഷെയർ ചെയ്യുന്നതാണ്. അതായത് ഏതൊക്കെ ഡിവിഡൻഡ് സ്റ്റോക്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, അപ്പോൾ ഒരു സ്റ്റോക്കിൽ നിന്ന് എനിക്ക് എത്രയാണ് ഡിവിഡൻഡ് കിട്ടുന്നത്, ഈ ഇൻഫർമേഷനൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. വാറൻ ബഫറ്റിൻ്റെ ഒരു കോട്ടാണ്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ് യു വിൽ വർക്ക് അണ്ടിൽ യു ഡൈ. ഇത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വാചകമാണ്. കാരണം നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തിയില്ലെങ്കിൽ നമ്മൾ ഫുള്ളി നമ്മുടെ ജോബിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പൈസ വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു റിസർച്ച് നടത്തുക. കൂടാതെ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടെന്നും അതുപോലെ അതൊരു ക്വാളിറ്റി കമ്പനിയാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളന്ന് ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നോക്കി. ആക്ച്വലി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. കാരണം നമ്മൾ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്രാഷിലെ ടൈമിൽ പോലും നമുക്ക് ചില നല്ല ക്വാളിറ്റി ഡിവിഡൻഡ് കമ്പനീസ് അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഡിവിഡൻഡ് അവർ ഇൻക്രീസും ചെയ്തിട്ടുണ്ട് ഓരോ കൊല്ലം കഴിയുമ്പോൾ. അപ്പോൾ നമ്മളൊരു ക്യാഷ് ഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അതുപോലെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള നല്ല നല്ല ഡിവിഡൻഡ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടിക്കർ സിമ്പിളോ അല്ലെങ്കിൽ എൻ്റെ പേരോ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഇത് വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതുപോലെ തന്നെ എനിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ ഗുഡ് വൺ ഗൈസ്. ബൈ.